രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകി എന്നുള്ള ഒരു വിഷയത്തിൽ അന്ന് ഏറ്റവും അധികം പഴികേട്ടൊരു നേതാവായിരുന്നു വി ഡി സതീശൻ. സരിൻ ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യുക വി ഡി സതീശനെയാണ്. ഇതൊരു വൈകാരികമായിട്ടൊരു വൈരാഗ്യ ബുദ്ധി പോലെ വി ഡി സതീശനെ അറ്റാക്ക് ചെയ്ത് പോരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ എന്തർത്ഥമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വിഷയത്തിൽ ഒരു നേതാവ് എടുക്കേണ്ട നിലപാടെന്ന് പറഞ്ഞാൽ ഒരു മെറിറ്റിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. BJPയുടെയും CPMന്റെയും താല്പര്യങ്ങളൊക്കെ സമാനമാണ്. KC വേണുഗോപാലിന്റെയും വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ശക്തമായ സംയുക്ത നേതൃത്വത്തിൽ ഈ പാർട്ടി മുന്നോട്ട് പോയി ഇതിന്റെ പ്രതാപം തിരിച്ചു പിടിക്കുന്നു. ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതുവരെ മനസ്സിലാക്കുന്നില്ല. അതായത് പറഞ്ഞ പഴയ ഇടത് നേതാക്കളായിരുന്നെങ്കിൽ ഇത്തരം വിഡ്ഢിത്തങ്ങൾ ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഇവരെയൊക്കെ നയിക്കുന്നത് ഓരോ കോർപ്പറേറ്റ് ഏജൻസികളും. KM മാണി സാറിന്റെ ഒരു അഭാവം UDF ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ? അവരൊരു പ്രത്യേക ജനുസാണ്. UDF ഒന്നും അത്യുജ്വലമായിട്ടൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ചരിത്രത്തിലെ മികച്ചൊരു മുന്നേറ്റം കേരളത്തിലുണ്ടാവും. വി ഡി സതീശൻ കർശന നിലപാടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഈ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള സൈബർ അറ്റാക്കിനെ കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സൈബർ അറ്റാക്കിന്റെ കാര്യമുണ്ട്. ഞാൻ പാർട്ടിയിലുള്ള തീരുമാനത്തിന്റെ കാര്യമൊന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകി എന്നുള്ള ഒരു വിഷയത്തിൽ അന്ന് ഏറ്റവും അധികം പഴികേട്ടൊരു നേതാവായിരുന്നു വി ഡി സതീശൻ. കാരണം സരിൻ പിണങ്ങി ഇറങ്ങിപ്പോയ ആ നിമിഷം തൊട്ട് ഈ കഴിഞ്ഞ നിമിഷം വരെ സരിൻ ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യുക വി ഡി സതീശനെയാണ്. ഇതൊരു വൈകാരികമായിട്ടൊരു വൈരാഗ്യ ബുദ്ധി പോലെ വി ഡി സതീശനെ അറ്റാക്ക് ചെയ്ത് പോരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വി ഡി സതീശന് സരിനോട് തിരിച്ചൊന്നും ഇതുവരെ പ്രതികരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അറ്റാക്ക് അദ്ദേഹം നേരിട്ടിരുന്നു. അത് കഴിഞ്ഞ് പലപ്പോഴും സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകളും മീഡിയകൾ കോൺഗ്രസിൽ ഓരോ കളം വരക്കുമ്പോൾ അത്തരത്തിലൊക്കെ ചിത്രീകരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്, ആളുകൾ വായിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പൊതുയിടങ്ങളിൽ ലഭ്യമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം വിവാദം വന്ന ആദ്യ നിമിഷങ്ങളിൽ സതീശന്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹമാണ് ഇതിന് പിന്നിൽ എന്ന മട്ടിലായിരുന്നു CPM നരേറ്റീവുകൾ വന്നു തുടങ്ങിയത്. അപ്പൊ അത്തരത്തിലൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വിഷയം വന്നപ്പോ ശ്രീ വി ഡി സതീശനൊരു നിലപാടെടുത്തു. തീർച്ചയായിട്ടും അതിനൊരു നിലപാടാണല്ലോ അത്. ആ നിലപാടെടുത്തപ്പോൾ നേരെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരാളിയായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ തുടങ്ങി. ബോധപൂർവ്വം കൊടുക്കുന്നു എന്ന മറ്റുള്ള ചില ആളുകൾ വിഡ്ഢിത്തൊക്കെ പറയുന്നു. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്തർത്ഥമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വിഷയത്തിൽ ഒരു നേതാവ് എടുക്കേണ്ട നിലപാടെന്ന് പറഞ്ഞാൽ ഒരു മെറിറ്റിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. മെറിറ്റിന് മുകളിലല്ല മറ്റൊന്നും എന്നുള്ള ഒരു സമീപനത്തിന് മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. പരമ്പരാഗതമായിട്ട് ഉള്ള ചില ദുർമേധസ്സുകളൊക്കെ വെടിഞ്ഞ് നമ്മളൊരു എക്സ്ട്രാ സ്മാർട്ടായാൽ മാത്രമേ, നമ്മളൊരു എക്സ്ട്രാ ഗ്രാമായാൽ മാത്രമേ നമ്മൾ ഈ കാലത്ത് നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ BJPയുടെയും CPMന്റെയും താല്പര്യങ്ങളൊക്കെ സമാനമാണ്. അപ്പൊ ഇവിടെ നമ്മൾ അതിനെ ചെറുക്കണമെങ്കിൽ കോൺഗ്രസിന് ഒരു എക്സ്ട്രാ പവർ തന്നെ വേണം. അതിന് മെറിറ്റോറിയസ് ആയിട്ട് കോൺഗ്രസ് പാർട്ടി പോകണം. സമ്പൂർണ്ണമായിട്ട് നീതി പുലർന്ന് മുന്നോട്ട് പോകണം. KC വേണുഗോപാലിന്റെയും വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ശക്തമായ സംയുക്ത നേതൃത്വത്തിൽ ഈ പാർട്ടി മുന്നോട്ട് പോയി ഇതിന്റെ പ്രതാപം തിരിച്ചു പിടിക്കണം. അതാണ് കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് അങ്ങനെ ചെയ്യാത്ത പക്ഷം ഈ നേതൃത്വമൊക്കെ നാളുകളിൽ ചോദ്യം ചെയ്യപ്പെടും നാളത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ. വർക്കല ശിവഗിരിയിലെ പ്രശ്നങ്ങളും പോലീസ് നടപടി, അവിടെ മുത്തങ്ങയിലെ പോലീസ് നടപടി ഒക്കെ ജനങ്ങൾ മറന്ന് തുടങ്ങിയിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം നിയമസഭയിൽ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിയന്തര പ്രമേയത്തിൽ ഇതൊക്കെ ചർച്ചയായിട്ട് വരുന്നു. അതിനെ തുടർന്ന് മുൻ മുഖ്യമന്ത്രിയും ആദരണീയനായിട്ട് ശ്രീ AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുന്നു. ഈ പത്രസമ്മേളനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ട് നടത്തിയതാണ് എന്ന രീതിയിൽ ചില ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതിനോട് അങ്ങനെ പ്രതികരിക്കും? AK ആന്റണി എന്നൊരു നേതാവ് അദ്ദേഹത്തെ പോലെ അസൂയാവഹമായ ഒരു പ്രതാപത്തിൽ നിന്നിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലീഡർ സർവപ്രതാപിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ അദ്ദേഹം പല വിപ്ലവകരമായ ചുവടുവെപ്പുകൾക്കും അദ്ദേഹത്തിന് കരുതുന്നുണ്ട്. പക്ഷെ ആ സ്റ്റേച്ചറിൽ ആ പരിവേഷത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ തുടർച്ചയായിട്ട് AK ആന്റണിയെ പോലെ മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് അതിന് വലിയൊരു നൈരന്തര്യം തുടർച്ചയായിട്ട് കിട്ടിയൊരു നേതാക്കൾ അധികം ഇല്ല. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു, 70 MLA ആവുന്നു, 71, 72 ആ കാലത്ത് അദ്ദേഹം KPC പ്രസിഡന്റ് ആവുന്നു. അത് കഴിഞ്ഞ് 77 മുഖ്യമന്ത്രി ആവുന്നു. 37 വയസ്സ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകുമ്പോൾ ഉള്ളൂ. അപ്പം പ്രായം 30, 31, 32 ആ കാലത്തൊക്കെ അദ്ദേഹം KPC പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റൊക്കെ ആയി, KPC ജനറൽ സെക്രട്ടറി ആയൊക്കെ നിൽക്കുന്നു. അന്നൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തൊരു ദേശീയ സർക്കാർ പോലെയൊക്കെയാണ്. കാരണം കോൺഗ്രസിന്റെ ഒരു സർവ്വപ്രതാപത്തിന്റെ
ആ മകുടസ്ഥായിയുടെ ആ കാലമാണെന്ന്. അന്നാണ് അദ്ദേഹം ഈ ചെറിയ 31-32 വയസ്സിൽ KPCയുടെ പ്രസിഡന്റ് ആവുകയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലെ മാധവൻ നായരെ പോലെയൊക്കെയുള്ള ആളുകൾ ഇരുന്നൊരു പദവിയാണെന്ന്. അതൊക്കെ മഹാരഥന്മാരായിരുന്നു എല്ലാ കാലത്തെയും. കോഴിപ്പുറത്ത് മാധവ മേനോൻ, കേശവ മേനോൻ, കേളപ്പൻ, അങ്ങനെ വലിയൊരു നിരയുണ്ട്. ഞാൻ ആ കൂടുതൽ പേരുകളിലേക്ക് പോകുന്നില്ല. ഞാൻ വെച്ചാൽ ഒരു പേര് പറഞ്ഞിട്ട് വേറൊരു പേര് പറയാതെ ആരെങ്കിലും ഇത് കട്ട് ചെയ്ത് താരതമ്യപ്പെടുത്തും എന്നൊക്കെ ഉള്ളതിന്റെ വിഷയമായിട്ടാണ്. അങ്ങനെ ഒരു സമഗ്രമായ നിരയുണ്ട്. യു ഗോപാലൻ മേനോനും, പൊന്മാടത്ത് മൊയ്തീൻകോയ, അങ്ങനെ കുറെ മൊയ്ത് മൗലവി, ഒരുപാട് പേരുകളുണ്ട്. പണ്ട് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകൾ വളരെ സജീവമായിരുന്നു. ഇപ്പോൾ A ഗ്രൂപ്പ് ആണെങ്കിലും I ഗ്രൂപ്പാണ്, 2 ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനപ്പുറത്തേക്ക് പിന്നെ അണികൾ ഒന്നിനും നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു 2 ഗ്രൂപ്പുകൾക്ക് പകരമായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ കോൺഗ്രസിനകത്ത് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഈ AK ആന്റണിക്കെതിരെയുള്ള ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാനായിട്ട് കാരണമായിട്ടുള്ളത്? അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ഈ ആന്റണി ഇത്തരത്തിൽ വന്നിട്ട് അദ്ദേഹം പിന്നെ KPC പ്രസിഡന്റ് പദവിനെ പറ്റി പറഞ്ഞു. മുഖ്യമന്ത്രിയായി, AICC ജനറൽ സെക്രട്ടറിയായി, വീണ്ടും KPC പ്രസിഡന്റായി, മുഖ്യമന്ത്രിയായി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, ഇങ്ങനെ വീണ്ടും പ്രതിരോധ മന്ത്രിയായി. അതായത് ഒരു ജ്വലിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇത് ആളുകളൊക്കെ അങ്ങനെ, പിന്നെ അദ്ദേഹത്തിന് വലിയൊരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളില്ല. വളരെ കൃത്യമായ ധിഷണ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെയൊക്കെ പാർട്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തണം എന്നൊരു സന്ദേശം കൂടി ആയിരിക്കണം അദ്ദേഹം ഇത്തരം പത്രസമ്മേളനം കൂടെ ഞാനൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ അത് വേറെ വശം എന്താണെന്ന് വെച്ചാൽ, വർക്കല ശിവഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈഴവ വിഭാഗത്തെ ഏറ്റവും കൂടുതലായിട്ട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ ആദിവാസി വിഭാഗങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് വേദനിപ്പിച്ച ഒരു സംഭവമാണ് മുത്തങ്ങയിലെ പോലീസ് നടപടി എന്നൊക്കെ പറയുന്നത്. അത് ഈ അവസരത്തിൽ ഉന്നയിക്കുമ്പോൾ 2026 തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതൊന്നും ഒരിക്കലും ഇല്ലെന്ന്. കാരണം നമ്മൾ അങ്ങനെ പഴയ കഥകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം ലഭിച്ച ആദ്യ ഊഴം ഈ പാർട്ടി നൽകിയത് R ശങ്കറിനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവാൻ 2006 വരേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിങ്ങൾ ഒരു സമുദായത്തിന്റെ രാഷ്ട്രീയമെങ്കിൽ അങ്ങനെ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ പോലും അതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് ചെന്ന് എത്തി നിൽക്കുക കോൺഗ്രസ് പാർട്ടിയിലാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല. അത് ഒരു ജനാധിപത്യ പുരോഗമന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഭരണ തുടർച്ച സാധ്യമല്ല എന്നൊരു രാഷ്ട്രീയമാണ് മുഴച്ചു നിൽക്കുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ വളരെ ശക്തമായൊരു പിന്തുണയാണ് ഈ ഇടത് സർക്കാരിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തന്റെ ആരാധ്യ പുരുഷനാണ് പിണറായി വിജയൻ എന്നാണ് ഇന്നലെ അയ്യപ്പ സംഗമത്തിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു പൊതുസമൂഹം, ഞാൻ പറയുന്നത്, ഇതൊരു പഴയൊരു CPM ആണെങ്കിൽ ഇത്തരത്തിലുള്ള അഭ്യാസത്തിനൊന്നും അവർ നിൽക്കില്ലായിരുന്നു. കാരണം അവരൊക്കെ ഒരു ഇടത് രാഷ്ട്രീയ ചിന്ത മുൻനിർത്തിയാണ് അവർ രാഷ്ട്രീയം പയറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടൊന്നും അവരെടുക്കില്ലായിരുന്നു. ഇവരുടെ തങ്ങളുടെ ഇടത് ചിന്തയൊക്കെ വാർന്നു പോയതുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു അഭ്യാസങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ ഇവർ കാണിച്ചൊരു നിലപാടും ഇവരുടെയൊക്കെ ഒരു രൂപഭാവങ്ങളും ഇവരുടെയൊക്കെ വ്യത്യസ്തങ്ങളായ ബീഭത്സമായ മുഖങ്ങളും ഒക്കെ കേരളീയ പൊതുസമൂഹം കണ്ടതാണ്. അവർ പെട്ടെന്നൊരു ഇങ്ങനെ ഒരു ചായത്തിൽ മുങ്ങിയ നീലക്കുറുക്കനൊക്കെ ആയിട്ട് അവതരിക്കുമ്പോൾ അതൊക്കെ അങ്ങ് മനസ്സിലാകാത്ത വിധം അങ്ങനെ ഒരു നിലവാരക്കുറവുള്ള ആളുകളൊന്നും അല്ല കേരളീയ പൊതുസമൂഹം. അപ്പോൾ ഇതൊക്കെ അവരെ വികൃതമാക്കുകയാണ്. പക്ഷെ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. അതായത് പറഞ്ഞ പഴയ ഇടത് നേതാക്കളായിരുന്നെങ്കിൽ ഇത്തരം വിഡ്ഢിത്തങ്ങൾ ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഇവരെയൊക്കെ നയിക്കുന്നത് ഓരോ കോർപ്പറേറ്റ് ഏജൻസികളും അവരുടെ വിദഗ്ധ PR ഉപദേശങ്ങളൊക്കെയാണ്. അപ്പൊ ഇത്തരത്തില് ഒരു കേരളത്തിന്റെ ഒരു പ്രായോഗിക സമൂഹത്തിന് പഥ്യമാകാത്ത തരത്തിലുള്ള ഒരു തരത്തിലും ഒരു ഇടത് സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത പല കോമാളിത്തരങ്ങളും ഇവർ ചെയ്യാൻ കാരണം ഈ PR ഓരോന്ന് ചെയ്യിക്കുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ഇടത് പൊതുബോധമായിരിക്കും ഈ UDF തിരിച്ചു കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ പ്രധാന പങ്ക് വഹിക്കുക. അതൊരു ഇൻവിസിബിൾ ആണത്. അത് പല രൂപത്തിൽ നമ്മുടെ ഇടയിലുണ്ടത്. അത് UDF അക്ഷരാർത്ഥത്തിൽ അതിനെ ക്രോഡീകരിക്കാനെങ്ങാനും തുനിഞ്ഞാൽ ഇപ്പോഴുള്ള സാധ്യതകൾ ശതഗുണീഭവിക്കും എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഒരു തൂക്ക് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ BJP സ്വയം സൃഷ്ടിച്ച് എടുക്കുന്ന ഒരു നരേറ്റീവ് ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. 5 മുതൽ 10 വരെ സീറ്റുകൾ BJP നേടുമെന്നൊരു അവകാശവാദം ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു തൂക്ക് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നിലപാടിനെ കുറിച്ച് കോൺഗ്രസ് ആശങ്കപ്പെടുന്നുണ്ടോ? ഇവിടെ ഒരു തൂക്ക് സഭ വരാൻ സാധ്യത വളരെ കുറവാണ്.
അതിന് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ മലബാറിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു വലിയ മുന്നേറ്റം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം കൂടിയാണ്. സാധാരണഗതിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ലക്ഷത്തിന് മുകളിലുള്ള വോട്ടിനൊക്കെ തുടർച്ചയായിട്ട് UDF വിജയിക്കുകയാണ്. അതൊരു നിയമസഭാ സമവാക്യങ്ങൾക്കൊക്കെ തീർത്തും എതിരാണല്ലോ, ഒരു തർക്കമില്ലല്ലോ. അതൊരു ന്യൂനപക്ഷ വോട്ടിനൊരു കേന്ദ്രീകരണമാണ്. അത് തീർച്ചയായിട്ടും അതേ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അതിനകത്ത് തർക്കമില്ല. അത് വലിയ ഒരു വിജയം UDF സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അത് ഭൂരിപക്ഷ സമുദായങ്ങളാണ് ഈ വലിയ മുന്നേറ്റത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ അതിൻ്റെ പുറകെ വളരെ ശക്തിമത്തായി നിലയുറപ്പിക്കുന്ന ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റമാണത്. അത് കേരളത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഇടമുള്ള പഥ്യമായ നീതിയുള്ള വിവേചനമില്ലാത്ത ഒരു ക്രമമായിരിക്കും. തീർച്ചയായിട്ടും അതിനകത്തേക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാവും. പക്ഷേ അതിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്ന തരം ഏകോപനം വളരെ കൃത്യമായി ഉണ്ടായാൽ നിലവിലുള്ള സാധ്യതകൾ അത് ഒരുപാട് വർദ്ധിപ്പിക്കും. തീർച്ചയായിട്ടും സന്ദർഭോചിതമായിട്ട് അത്തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാവും. ഞാൻ വലിയ ഒരു വോട്ടിന് അല്ലെങ്കിൽ വലിയൊരു സീറ്റ് എണ്ണത്തിന് ഇവിടെ UDF വിജയം ഉണ്ടാവും. പക്ഷെ അത് BJP എവിടെയെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം അതിനിടയിൽ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും BJP അവരുടെ അംഗപ്രത്യംഗം എന്നൊക്കെ പറയുന്നത് പോലെ, അഹമിഹ മികയ എന്നൊക്കെ പറയുന്ന പോലെ അവർ എല്ലാ അവനാഴിൽ അമ്പം പുറത്തെടുക്കുമല്ലോ. തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തെ എങ്ങനെ എതിരിടണം എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകൾക്കൊക്കെ മാറ്റം കൃത്യമായിട്ടൊരു അപ്ഡേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഈ വോട്ട് ചോരി വിഷയം വന്നു, അതൊരു വലിയൊരു ശാസ്ത്രീയമായ നമ്മുടെ ഇടയിൽ നടന്നൊരു തട്ടിപ്പാണത്. അത് രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ ഒരു അക്കാദമിക് സബ്ജക്റ്റാണത്. അത് നമ്മൾ കൃത്യമായി സമീപിക്കുമ്പോൾ എവിടെയും ഈ വോട്ട് ചോരി അഭ്യാസങ്ങളൊക്കെ ആർക്കും നടത്താവുന്ന വിധം വലിയ സ്പേസ് ഈ നമ്മുടെ നിയമങ്ങളിൽ ദൗർബല്യമായിട്ടും കിടപ്പുണ്ട്. അത് വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തിയ ആളുകളൊക്കെ കുറച്ച് കമ്മീഷന്റെ ഒരു രഹസ്യ സഹായത്തോട് വ്യാപകമായി ഉപയോഗപ്പെടുത്തിയ ആളുകളാണ് ഇവിടുത്തെ BJP-ക്കാർ. അത് അൺഒഫീഷ്യലായിട്ടൊക്കെ പലയിടത്തും CPM മുൻകാലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയത് നമ്മളുടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ BJP ഇതൊരു സംഘടിതമായിട്ടൊരു ക്രൈമാക്കി ഉദ്യോഗസ്ഥരുടെ തണലിൽ കുറുക്ക് വഴികൾ ഉണ്ടാക്കി അതൊരു തട്ടിപ്പിനെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്തിട്ട് അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത പാതകം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തരത്തിലാവും നമ്മുടെ ഇലക്ട്രേറ്റിന് നമ്മൾ എടുക്കേണ്ട ചില അധ്വാനങ്ങളും മുൻകരുതലുകളും ചില പഠനങ്ങളും മനനങ്ങളും നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്തരത്തിലുള്ളതാവണം എന്നുകൂടി നമ്മുടെ രാഷ്ട്രീയക്കാർ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ BJP എതിരിടുന്ന ഒരു രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും അതിനകത്ത് വളരെ കൃത്യമായ അവബോധമുള്ളവരാണ്. CPM-നേക്കാളൊക്കെ അപേക്ഷിച്ച് എത്രയോ മടങ്ങ് അതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മസ്തിഷ്കം മരവിക്കാത്ത ആളുകളാണ് കോൺഗ്രസിന്റെ നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്നുള്ളത് UDF മറ്റൊരു വലിയ സാധ്യതയായിട്ട് കൂടി ഞാൻ എണ്ണുന്നു. ഇപ്പോൾ LDF നിൽക്കുന്ന അല്ലെങ്കിൽ നേരത്തെ UDF ഉണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ ഘടകകക്ഷികൾ UDF പക്ഷത്ത് എത്തണം എന്നുള്ള രീതിയിൽ UDF ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചർച്ചകളുടെ ഒന്നും വിശദാംശങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നാൽ അത് UDF നിൽക്കുന്ന ഒരു സൗകുമാര്യം അല്ലെങ്കിൽ ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു സുഖകരമായൊരു അന്തരീക്ഷം അതൊന്നും ഒരു കാലത്തും CPM-ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ലഭിക്കുകയില്ല. അപ്പോൾ ഒരു കംഫർട്ട് ആഗ്രഹിക്കുന്ന പാർട്ടികളും ഒരു ജനാധിപത്യത്തിൽ ഒരു സുഖകരമായ ഒരു സമരസപ്പെടൽ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും UDF-നാണ് പ്രിഫർ ചെയ്യുക. തീർച്ചയായിട്ടും UDF പുതിയ കക്ഷികൾ വരണമെന്ന ആഗ്രഹം ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ പ്രകടിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം അത്തരത്തിൽ വിനിയോഗിച്ചുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. അത് പാർട്ടികൾ UDF കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയുള്ള കാലത്ത് പരമാവധി ഒരുപോലെ ചിന്തിക്കാനും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടക്കാനൊക്കെ കഴിയാവുന്ന ആളുകൾ ചേർന്ന് പോകുന്നതായിരിക്കും ഇനിയുള്ള കാലത്ത് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തകർക്കാനും അതിൽ വിള്ളൽ വീഴ്ത്താനും പലതരത്തിലായിരിക്കും ശത്രുക്കളുടെ ആയുധ പ്രയോഗങ്ങൾ. നമ്മൾ മുമ്പ് കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത പല തരത്തിലുമാണ്. ഇപ്പൊ ക്രിസ്ത്യൻ മുസ്ലിം ശത്രുത എന്നൊക്കെ പറഞ്ഞത് ആ തരത്തിലാണ്. ഇതൊന്നും മുമ്പ് നമ്മൾ കണ്ട് പരിചയിച്ചിട്ടില്ല. ഇപ്പോൾ 2014 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദം ഒഴിയുന്നത് വരെ ഈ രാജ്യത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു 15-ലും 16-ലും പോലും ഇല്ലായിരുന്നു. പിന്നെയാണ് ഇത് മെല്ലെ നമ്മുടെ ഇടയിലേക്ക് പടർന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ
പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിലപ്പോവാത്ത വണ്ണം ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതൊരു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തോടു കൂടിയുള്ളൊരു മുന്നോട്ടുള്ള പോക്ക് ഇരു വിഭാഗങ്ങൾക്കും നന്മക്കുതകും എന്നാവും. പിന്നെ ഇവിടെ ഒരു പിടിച്ചു പറയുന്ന അങ്ങനെ നടപ്പില്ല. ഇവിടെ നമ്മൾ ആളുകൾ അനാവശ്യ ഭീതി പരത്തുന്നു. ഇവിടെ ക്രിസ്ത്യാനികളുടെ ഒന്നും പിടിച്ചു പറിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല, മുസ്ലിങ്ങളുടെ ഒന്നും പിടിച്ചു പറിക്കാൻ ക്രിസ്ത്യാനിക്കും കഴിയില്ല. എല്ലാവരും കേരളത്തിലൊരു സ്വയം പര്യാപ്തരാണ് ഒരളവ് വരെ. ഈ ഇവിടുത്തെ ഹിന്ദു സമുദായങ്ങളും അത്തരത്തിൽ ഒരു സ്വയം പര്യാപ്തരാണ്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീക്കർ സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ട് വരണമെന്ന ഒരു പരസ്യ ചിന്തയെങ്കിലും നമ്മുടെ മറ്റെല്ലാ സമുദായ സംഘടനകൾക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അത് ഒരു പോസിറ്റീവായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ UDF-നകത്ത് ഈ മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഊട്ടിയുറപ്പിച്ചിരുന്ന രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് TK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതോടൊപ്പം തന്നെ KM മാണിയും. ഈ KM മാണി സാറിന്റെ ഒരു അഭാവം UDF-നെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ? KM മാണിയുടെയൊക്കെ അഭാവം അതൊക്കെ ഒരു അപ്രതിരോധ്യമായ അല്ലെങ്കിൽ ഒരു അഭാവം, അക്ഷരാർത്ഥത്തിലുള്ള ഒരു അഭാവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു 60-കൾ 50-കളുടെ ഒരു ചരിത്രമുള്ളൊരു നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ആ നേതാവ് എങ്ങനെയാണ് അതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവരൊരു പ്രത്യേക ജനുസാണ്. ഇതിൻ്റെ ഏറ്റവും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പുഷ്കല കാലഘട്ടത്തിൽ, ഒരു മധുര മനോഹര മനോജ്ഞസമായ ഘട്ടത്തിൽ, ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് വേണ്ടി നേതാക്കൾ പരസ്പരം മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രതിനിധികളായിരുന്നു അവരൊക്കെ. ആ നേതാക്കളുടെയൊക്കെ ഒരു അഭാവം അത് എല്ലാ നിലക്കും അഭാവം തന്നെയാണ്. ഞാൻ ഓരോന്നോരോരെ എടുത്തു പറയുന്നില്ല അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് ഇല്ലാതെ പോകുന്നത് അതൊക്കെ ഒരു വലിയൊരു നഷ്ടമാണ്. K കരുണാകരനായാലും ഉമ്മൻചാണ്ടി ആയാലും അല്ലെങ്കിൽ നായനാരായാലും അച്യുതാനന്ദൻ, അത് പലതരത്തിലുള്ള, ഞാനിപ്പോൾ മരിച്ചു എന്നുള്ളതുകൊണ്ട് കുറ്റം പറയുന്നില്ല, നല്ലത് പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രതിലോഭകരമായ വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില കമ്മ്യൂണിസ്റ്റ് ആംഗിളുകളിൽ അദ്ദേഹത്തിന് ഉറച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അദ്ദേഹവും ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിൽ പാർട്ടി തിട്ടൂരത്തെ മറികടന്ന് ഇന്ത്യൻ പട്ടാളത്തിന് രക്തം കൊടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. അതിൻ്റെ പേരിൽ ആ പാർട്ടി അദ്ദേഹത്തെ തരം താഴ്ത്തിയിട്ടുണ്ട്. ഞാൻ ഈ ചരിത്രമൊക്കെ പുതിയ ആളുകൾക്ക് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ആ പാർട്ടി തിട്ടൂരത്തിലുപരിയായിട്ടൊരു ദേശീയ താല്പര്യം അല്ലെങ്കിൽ ദേശാഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു പശ്ചാത്തലം പല കമ്മ്യൂണിസ്റ്റുകൾക്കും ഇല്ലാതെ പോയിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. EMSന്റെ പ്രസ്താവം അങ്ങനെ അല്ലായിരുന്നു ആ വിഷയത്തിൽ. ഇന്ത്യയുടെ ഒന്നും ചൈനയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു അഴകുഴമ്പൻ ആയിരുന്നു നിലപാട്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ രക്തമെന്ന് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഉറച്ച ധീര നിലപാടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള നേതാക്കളുടെ നഷ്ടമുണ്ട് നമുക്ക്. അതൊക്കെ ഒരു നഷ്ടമാണ്. തീർച്ചയായിട്ടും KM മാണിയുടെ ഒരു നഷ്ടം ആ ഘട്ടത്തിൽ ഒരു അപരിഹാര്യമായ ഒരു നഷ്ടമാണ് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. UDF-നകത്ത് ജനകീയ അടിത്തറയുള്ള രണ്ട് പാർട്ടികൾ മാത്രമാണുള്ളതെന്നും ഒരു പൊതുസമൂഹത്തിന്റെ ആരോപണം വരുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒഴിച്ചാൽ UDF-നകത്ത് ജനകീയ അടിത്തറയുള്ള പാർട്ടികൾ ഇല്ല എന്ന് പൊതുസമൂഹത്തിൽ വലിയ ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇങ്ങനെ കുറേ ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ LDF-നകത്തുള്ള പാർട്ടികളിൽ ഏതൊക്കെ പാർട്ടികൾക്കാണ് പിന്നെ പൊതുജനാടിത്തറ ഉള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. CPM കടന്നപ്പള്ളി അവിടെ മന്ത്രിയാവും, അവിടെ NCP മന്ത്രിയാവും, അവിടെ ജനതാദളിന്റെ വ്യത്യസ്ത കഷ്ണങ്ങൾ മന്ത്രിയാവും. ഈ പാർട്ടികൾക്കൊക്കെ വലിയ ജനകീയ അടിത്തറ എത്രത്തോളം അല്ല, ഞാൻ ആരെയും തെറ്റ് പറയുന്നതല്ല. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. CPIക്ക് ജനകീയ അടിത്തറയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് CPM തന്നെയാണ്. അപ്പോ അങ്ങനെയൊന്നും ഇല്ല അതിനകത്ത്. അപ്പോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. 2026 UDF അധികാരത്തിൽ വരും എന്ന് എത്ര ശതമാനം പ്രതീക്ഷയുണ്ട്? 80-90% അത് ഞാനത് ഏതെങ്കിലും ഒരു UDF കോൺഗ്രസിന്റെ ഒരു അത്യുജ്വലമായ അനിതര സാധാരണമായ അനുപമമായ ഒരു പ്രകടനം ഇവിടെ അത്ഭുതകരമായി സംഭവിച്ചിട്ടുണ്ടാവും എന്നല്ല ഞാൻ കരുതുന്നത്. അതിനുള്ള അന്തരീക്ഷം ഇവിടെ കളമൊരുങ്ങിക്കഴിഞ്ഞു. UDF മുമ്പിൽ നിന്ന് കൊടുത്താൽ മതി. UDF ഒന്ന് അത്യുജ്വലമായിട്ടൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ചരിത്രത്തിലെ മികച്ചൊരു മുന്നേറ്റം കേരളത്തിലുണ്ടാവും. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് കേരളത്തിലുണ്ടാവും. കാരണം എല്ലാ സെക്ഷനും ഈ സർക്കാരിനെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, വിദ്യാർത്ഥികളെ എടുക്കുക. ഞാൻ ചിന്തിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഇത് തലച്ചോറ് തീരെഴുതിയ ആളുകൾ പിന്നെ എങ്ങനെയല്ല ആ പാർട്ടിക്ക് ഉണ്ട്, ഏത് ഇസത്തിനും ഉണ്ട്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ കൂട്ടുകയില്ല, ചെയ്യേണ്ട കാര്യമില്ല. യുവാക്കള് ഇവിടെ തൊഴിൽ രഹിതരായിട്ടുള്ള അഭ്യസ്ത വിദ്യര്, തൊഴിൽ നേടിയ ആളുകൾ, NGOകൾ,
അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ മഹിളകൾ, വയോജനങ്ങൾ, ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത പെൻഷനേഴ്സ്, വ്യത്യസ്ത തലമുണ്ടല്ലോ. ഈ തലത്തിലുള്ള ഒരാൾക്കും ഈ സർക്കാരിനെ കുറിച്ച് ഒരു മതിപ്പുമില്ല അവരുടെ വ്യക്തിപരമായ വ്യവഹാരങ്ങളിൽ. പിന്നെ സാധാരണക്കാരൻ്റെ ജീവിത ഭാരമൊക്കെ വലിയ ദുസ്സഹമാണ്. ഒരു തരത്തിലുള്ളൊരു മോചനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ കാണാനില്ല. പിന്നെ എല്ലാം ഡ്രൈ ആണ്. മറ്റ് പല സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നതിന് ആനുപാതികമായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇവിടെ നിന്നിട്ട് ഒരാൾക്കും ഒരു രക്ഷയില്ല എന്നുള്ള മട്ടിലാണ്. കാരണം നമ്മുടെ എല്ലാം ഒരു പ്രൊഡക്ടിവിറ്റി തന്നെ ഇല്ല. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് വീക്കായിരുന്നെങ്കിലും നമുക്കൊരു റൂട്ടീൻ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ആളുകൾ ഓരോ തൊഴിലൊക്കെ ഏർപ്പെടുക, ചെറിയ തൊഴിൽശാലകൾ, ചെറിയ ചെറിയ നിർമ്മാണാത്മകമായ വ്യവസായങ്ങളൊക്കെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് സ്വകാര്യ മേഖലയിലും അല്ലാതെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരു കുത്തകളുടെ മാത്രമാണ്. അപ്പൊ അതിനെതിരെ ഈ തൊഴിലാളികൾ എന്തെങ്കിലും പറഞ്ഞാൽ തൊഴിലാളികളെ തല്ലിച്ചതക്കാൻ നിൽക്കുന്ന ഒരു സർക്കാരാണ്. സമ്പൂർണ്ണമായിട്ട് ഇത് വെറുക്കപ്പെട്ടത് അത്തരത്തിലാട്ടോ. ഞാനിത് ഇനിയിപ്പോൾ 2026 UDF ജയിച്ചിട്ട് 2031 ഇവർ തിരിച്ചു വരില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഞാൻ ഇത് എന്നേക്കുമായിട്ട് നശിക്കുന്നൊന്നും അല്ല ഈ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവർ തൽക്കാലം ഇവർ അധികാരത്തിൽ മാറ്റുക എന്നുള്ളൊരു തീരുമാനത്തിൽ കേരളീയ പൊതുസമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും 2026 നിയമസഭയിൽ അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം സന്തോഷം.